ഹായ്, ഞാൻ ഡോക്ടർ നവീൻ ജാസ്മിൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, PRS ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വരുന്ന ഒരു ടോപ്പിക്ക് ഓൺ അഡ്വാൻസ്ഡ് ഹാർട്ട് ഫെയിലിയർ തെറാപ്പീസിനെ കുറിച്ചാണ്. ICU പേഷ്യൻസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന രണ്ട് ഇഷ്യൂസാണ് ഹാർട്ട് ഫെയിലിയറും ലങ് ഫെയിലിയറും. ലാസ്റ്റ് ഒരു 10 ഇയേഴ്സായിട്ട് ഇതിനു വേണ്ടി കുറച്ച് റീസെൻ്റ് അഡ്വാൻസ് തെറാപ്പീസ് നമുക്കിവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ അവൈലബിൾ ആണ്. അതിനുള്ള കുറച്ച് മൊഡാലിറ്റീസിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം നമുക്കെല്ലാവർക്കും കുറച്ചൊക്കെ പരിചയമുള്ള എക്മോ സർവീസാണ്. ഈ എക്മോ എന്ന് പറയുന്നത് എക്സ്ട്രാ കോർപ്പോറൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ ആണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആൻഡ് ആൻ ആർട്ടിഫിഷ്യൽ ലങ്. ഒരു ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഈ ഹാർട്ടിനെ ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഡെഫിനറ്റായിട്ടും നമ്മൾ ഇത്തരം പേഷ്യൻസിനെ എക്മോയിലോട്ട് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ട്രീറ്റബിൾ കോസ് ഒരു റിവേഴ്സിബിൾ കോസ് ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ കൺഫേം ചെയ്യണം. പ്ലസ് പേഷ്യൻസിൻ്റെ ഏജും പേഷ്യൻസിൻ്റെ അതർ ഡിസീസസും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു റിവേഴ്സിബിൾ കോസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്താൽ നമ്മൾ എക്മോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ എക്മോ എന്ന് പറയുന്നത് തികച്ചും ഒരു സർവീസായിട്ടാണ് PRS ചെയ്യുന്നത്. ഇതിനകത്തൊരു എക്മോ ഇസ് എ വെരി എക്സ്പെൻസീവ് അഫെയർ വിച്ച് ക്യാരീസ് അറൌണ്ട് 10 lakh rupees for 7 days of treatment modality. So PRS has come up with an initiative of doing ECMO as a service. ഇതിനകത്തൊരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് എങ്ങനെ ഒരു ലൈഫ് നമുക്ക് സാൽവേജ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് PRS എക്മോ തുടങ്ങിയത്. ഈ എക്മോനകത്ത് ഹാർട്ട് ഫെയിലിയർ മാത്രമല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ലങ് ഫെയിലിയർ, ന്യൂമോണിയ വന്ന് നമുക്ക് ലങ്സിനകത്തോട്ട് എക്സ്റ്റെൻസീവ് ഡാമേജ് ഉണ്ടാക്കി ARDS എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ലങ് ഫെയിലിയറിനകത്തും നമുക്ക് ഇതേപോലെ നമുക്ക് എക്മോ ചെയ്യാം. നമ്മൾ കോവിഡ് സമയത്തും ഞങ്ങൾ ഈ എക്മോ ആദ്യമായിട്ട് നമ്മൾ PRSൽ ചെയ്യുന്നത് കോവിഡ് സമയത്താണ്. ആദ്യത്തെ 2 കേസും 100% സക്സസ്സോടെ നമുക്ക് ഇവിടുന്ന് എക്മോയിൽ നിന്ന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റി. ആ പേഷ്യൻസ് ഇപ്പോഴും ഫോളോ അപ്പിന് വരുന്നുമുണ്ട്. സോ ഇതേപോലെ നമുക്ക് സെലക്റ്റീവായിട്ട് റിസർവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കേസസിൽ വി ക്യാൻ ഗിവ് എ സർവീസ് ഓഫ് എക്മോ ഫോർ ലങ് ആൻഡ് ഹാർട്ട് ഫെയിലിയർ. ഇതേപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഫെയിലിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിവൈസാണ് മെക്കാനിക്കൽ സർക്കുലേറ്ററി സപ്പോർട്ട് ഡിവൈസസ് ലൈക്ക് ഇംപെല്ല ഓർ വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ്. ഇതെല്ലാം നമ്മൾ ICUവിൽ അഡ്മിറ്റ് ആവുന്ന ഒരു കാർഡിയാക് ഫെയിലിയർ പേഷ്യൻസിൽ ടെമ്പററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തെറാപ്പീസാണ്. 1 ഈസ് എക്മോ, 2nd ഈസ് ഇംപെല്ല ആൻഡ് 3rd ഈസ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ്. ഇതെല്ലാം നമുക്ക് PRSൽ അതിൻ്റെ സേവനങ്ങൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ബാക്കപ്പും നമുക്ക് എപ്പോഴും ഉണ്ട്. സോ ഐ തിങ്ക് ഓവർ ദ ലാസ്റ്റ് 5 years PRSലും ക്രിട്ടിക്കൽ കെയർ മെഡിസിനും ഏറ്റവും കൂടുതലും ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഈസ് ഓൺ അഡ്വാൻസ്ഡ് ഹാർട്ട് ഫെയിലിയർ തെറാപ്പീസ്. സോ വി ഹാവ് എ ഡെഡിക്കേറ്റഡ് PRS ഹാർട്ട് ഫെയിലിയർ ടീം. സോ എല്ലാ ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസ് വിൽ ബി അസസ്ഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ദ ഇൻറ്റൻസിവിസ്റ്റ്, cardiologist, cardiothoracic surgeon and a cardiac anesthetist. So as a team we see the patient as a whole. ആ പേഷ്യൻസിന് മൊത്തത്തിൽ അസസ് ചെയ്തിട്ട് ആ പേഷ്യൻസിന് ഏതാണോ ഉചിതമായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വൺസ് വി മേക്ക് എ പ്ലാൻ, വി ടോക്ക് ടു ദ ഫാമിലി ആൻഡ് വി സിറ്റ് ഡൗൺ വിത്ത് ദ ഫാമിലി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. സോ ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഇതിന് വളരെയധികം ഈ ഇനിഷ്യേറ്റീവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സോ വി മേക്ക് എ പ്ലാൻ ആൻഡ് വി ഡിസൈഡ് വെദർ ഈ പേഷ്യൻസിന് മെക്കാനിക്കൽ സർക്കുലേറ്ററി സപ്പോർട്ട് ലൈക്ക് എക്മോ, ഇംപെല്ല, വാഡ് ഇതെല്ലാം ഈ പേഷ്യൻസിൽ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടാണ് എപ്പോഴും ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാറ്. സോ ഐ എം ഹാപ്പി ദാറ്റ് PRS ഈസ് ഹാവിങ് എ സ്ട്രോങ് PRS ഹാർട്ട് ഫെയിലിയർ ടീം വിച്ച് is headed by Dr. Tiny Nair and Dr. Azim Fasil from the cardiology and the cardiothoracic department, who help us in deciding which patient will benefit with all these advanced heart failure therapies. Thank you.